എല്ലാവർക്കും നമസ്കാരം. അനുഗ്രഹീതരാകുക എന്നതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവർക്ക് അനുഗ്രഹമാവുക എന്നുള്ളത്. നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് മറ്റുള്ളവർക്ക് കൂടി അനുഗ്രഹമാകാനാണ്. ബാർബറ ഡി ഏഞ്ചൽസ് എഴുതുന്നുണ്ട്, ലവ് ആൻഡ് കൈൻഡ്നസ് ആർ നെവർ വേസ്റ്റഡ്. They always making difference. They bless the one who receives them and they bless them the giver. സ്നേഹവും കരുണയും നമ്മുടെ ഭാവമാകണം. അതുകൊണ്ട് അയാൾ അനുഗ്രഹിക്കപ്പെടുന്നത് മാത്രമല്ല, അത് പകരുന്നവരിലേക്കും അനുഗ്രഹം പകരും. കാർമേഘങ്ങളിൽ മഴവില്ലും വിരിയുന്നത് പോലെ പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന മനുഷ്യർക്ക് നടുവിൽ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും മഴവില്ലായി ഒരു മനുഷ്യൻ മാറുമ്പോഴാണ് അയാൾ സമൂഹത്തിൻ്റെ അനുഗ്രഹമായി മാറുന്നത്. ബി എ ബ്ലെസ്സിങ് ടു അതേഴ്സ്. കൽദായരുടെ ഊരിൽ നിന്നുള്ള അബ്രഹാമിൻ്റെ യാത്ര, അബ്രഹാമും ലോത്തും ഭൂമി വിഭജിച്ചെടുക്കുന്ന ഒരു രംഗമുണ്ട്. ഒരു പക്ഷേ ഒരു വലിയ വഴക്കോ സംഘട്ടനമോ സൃഷ്ടിതമാകുന്ന അനുഭവം, വിഭജിച്ചെടുക്കാനുള്ള സ്വാതന്ത്ര്യം ലോത്തിന്റെ മുൻപിലേക്ക് വച്ചു നീട്ടുമ്പോൾ അബ്രഹാം അവിടെ അനുഗ്രഹമായി മാറുകയായിരുന്നു. ജീവിതത്തിൽ എത്രയോ നിമിഷങ്ങളിൽ ഇതുപോലുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം നമ്മെ മുഖാന്തരമാക്കും. അത്തരം നിമിഷങ്ങളിൽ കേവലം ലൗകിക നേട്ടങ്ങൾക്കപ്പുറത്ത് ദൈവിക ബോധ്യത്തോടെ ചില തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹീതരാകും, നമ്മൾ ആ സമൂഹത്തിൻ്റെ അനുഗ്രഹമായി മാറുകയും ചെയ്യും. ജോയൽ ഓസ്റ്റിൻ്റെ വാക്കുകൾ, when you focus on being a blessing, God makes sure that you are always blessed in abundance. ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവം നമുക്ക് തരുന്ന സാധ്യതയാണ്. ആ ഏത് സമൂഹത്തിന്, ഏത് വ്യക്തിക്ക് അനുഗ്രഹമായി മാറാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ആയാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്ലേഗ് എന്നൊക്കെ പറയുന്ന വിഖ്യാത കൃതി എഴുതിയ ആൽബർ ക്യാമു, അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് ഇങ്ങനെയാണ്, ബ്ലെസ്ഡ് ആർ ദ ഹാർട്ട്സ് ദാറ്റ് ക്യാൻ ബെൻഡ്, ദേ ഷാൽ നെവർ ബ്രോക്കൺ. ഒരു സമൂഹത്തിന് നാം അനുഗ്രഹമായി മാറുമ്പോണ്ടല്ലോ, ചിലപ്പോൾ നമ്മളെ ഒന്ന് വളയ്ക്കാനൊക്കെ പറ്റും, പക്ഷെ നമ്മൾ ഒരിക്കലും ഒടിഞ്ഞു മാറില്ല. കുടുംബ ബന്ധങ്ങളിൽ, സാമൂഹ്യ ബന്ധങ്ങളിലൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുമ്പോൾ ദൈവം തൻ്റെ കരുണ കൊണ്ട് നമ്മളെ പൊതിയും. ഒരു ദുഷ്ടനും നിന്നെ തകർക്കാൻ കഴിയില്ല. സദൃശവാക്യങ്ങൾ 11 അധ്യായം 25 വാക്യം, ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, അവിടുത്തെ കൃപയിലും കരുണയിലും അല്ലാതെ എന്തിലാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടത്? ഇന്നയോളം ഞങ്ങളുടെ ജീവിതത്തിന് അവിടുന്ന് പകർന്നു തന്ന അനുഗ്രഹങ്ങൾക്കായി നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. ഞങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ കർത്താവേ. സ്വർഗത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾ പ്രാപിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് ഞങ്ങൾ അനുഗ്രഹമായി മാറണം. ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ബ്ലെസ്സിങ്സ് അത് മറ്റുള്ളവർക്ക് കൂടി ബ്ലെസ്സിങ്സ് ആയി തീരുവാൻ തക്കവണ്ണമുള്ള നിയോഗമാണ്. സ്വാർത്ഥതയിൽ ഞങ്ങൾ കൂടുകൂട്ടുന്നെങ്കിൽ, അഹംഭാവം ഞങ്ങളുടെ ഉള്ളിൽ നിറയുന്നുവെങ്കിൽ കർത്താവേ, അത്തരം കാർമേഘങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഉരുകിയൊലിച്ചു മാറാൻ നീയാകുന്ന സൂര്യൻ ഞങ്ങളുടെ ഉള്ളിൽ ഉദിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ, അനുഗ്രഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.